ഹായ്, ഇത് നിങ്ങളുടെ ബൈജു ആണ്. സ്റ്റോക്ക് മാക്സ് അക്കാഡമിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോ ചാർട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നാണ്. ഗോ ചാർട്ട് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോമാണ്, ടെക്നിക്കൽ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. അഡ്വാൻസ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ടിംഗ് ടെക്നിക്സിൻ്റെ അല്ലെങ്കിൽ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വെബ് ബേസ്ഡ് ആണ് വരുന്നത്. ഇതിനുള്ളിൽ നമുക്ക് ഓർഡർ ഫ്ലോ, മാർക്കറ്റ് പ്രൊഫൈൽ, അതേപോലെ വോളിയം പ്രൊഫൈൽ, അഡ്വാൻസ് ആയിട്ടുള്ള വോളിയം പ്രൊഫൈൽസ്, ഇങ്ങനെയുള്ള ചാർട്ട്സ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ചാർട്ട്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതും വെബ് ബേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ആ ബ്രൗസറിൽ gocharting.com എന്ന് തന്നെ ബ്രൗസ് ചെയ്യുക. മിക്കവരുടെയും ഒരു അബദ്ധം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ gocharting.com എന്ന് നോക്കാം. പലപ്പോഴും കോൾ ഒത്തിരി വരാറുണ്ട്. ആക്ച്വലി ഇപ്പോഴും ശ്രദ്ധിക്കുക, gocharting.com എന്ന് തന്നെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വെബ് പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഇവിടെ അപ്ഗ്രേഡിൻ്റെ അടുത്തുള്ള സൈൻ ഇനിലേക്ക് പോവുക, ഗൂഗിളിൽ പോവുക. ഞാൻ ഗൂഗിൾ ഉപയോഗിച്ചാണ് സൈൻ ഇൻ ചെയ്യുന്നത്. നമുക്ക് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്വേഡും ഒക്കെ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്ട്സിലേക്ക് പോവുക, ചാർട്ട്സ് എടുക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് നിഫ്റ്റിയുടെ ചാർട്ടായിരിക്കും ഓപ്പണായി വരിക മിക്കപ്പോഴും. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ കേസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇൻഡെക്സിൻ്റെ സ്പോട്ട് ചാർട്ടിൻ്റെ അത് ട്രേഡ്സ് ഒന്നും നടക്കുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓർഡർ ഫ്ലോ നമുക്കിപ്പോൾ നോക്കാൻ പറ്റില്ല. ഇപ്പോൾ അഡ്വാൻസ് ചാർട്ടിംഗ് ടെക്നിക്സ് ആയ ഓർഡർ ഫ്ലോ നോക്കാൻ പറ്റില്ല. സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഓർഡർ ഫ്ലോ എടുക്കാൻ പോകുന്നതെന്ന് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഓർഡർ ഫ്ലോ അതിനുള്ളിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? പക്ഷേ ഇൻഡെക്സിൻ്റെ കേസിൽ മാത്രം ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, നിഫ്റ്റി സെർച്ച് ചെയ്യുക. അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ, ഇപ്പം ഞാൻ നിഫ്റ്റിയാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എടുക്കുക. ഫ്യൂച്ചറിൽ ഫസ്റ്റ് മന്ത്, ഇപ്പോൾ ഈ കറണ്ട് മന്ത് ആയിരിക്കും നമുക്ക് അവിടുത്തെ കോൺട്രാക്റ്റിലുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. അതെടുക്കുക, ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. സോ നമുക്ക് ഇങ്ങനൊരു ഓർഡർ ഫ്ലോ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതെവിടെ നിന്ന് എടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഓർഡർ ഫ്ലോ എടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ചാർട്ട്സിൽ പോവുക. ഇപ്പോൾ ക്യാൻഡിൽസ്റ്റിക്ക് ആണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ക്യാൻഡിൽസ്റ്റിക്ക് കിട്ടും. അതുപോലെ തന്നെ ചാർട്ട്സിൽ പോയ ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ക്ലസ്റ്ററാണ്. അപ്പോൾ ക്ലസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഫ്ലോയുടെ ക്ലസ്റ്റർ ചാർട്ട് നമുക്കിങ്ങനെ കിട്ടും. ഞാനിതൊന്ന് ജസ്റ്റ് ഡാർക്ക് ആക്കുകയാണ്. ഓക്കെ, ഡാർക്ക് തീമിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഡാർക്ക് തീമിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കസ്റ്റം ചെയ്തിരിക്കുന്ന ഓർഡർ ഫ്ലോ ചാർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓർഡർ ഫ്ലോ ചാർട്ട് കസ്റ്റം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എന്താ പറയുക, ഓർഡർ ഫ്ലോ ചാർട്ട് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ചാർട്ടിനുള്ളിലായിരിക്കണം നമ്മൾ എന്തെടുക്കേണ്ടി വരിക, ഓർഡർ ഫ്ലോയുടെ ചാർട്ട്സ് എടുക്കണം. അതിൽ ക്ലസ്റ്റർ എടുക്കുക. ഇപ്പോൾ നമുക്ക് ക്യാൻഡിൽസ്റ്റിക്ക് വേണമെങ്കിൽ ക്യാൻഡിൽസ്റ്റിക്ക് ആക്കാം, ഇല്ല ഓർഡർ ഫ്ലോയുടെ ഏതാണ് വേണമെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിനുള്ളിൽ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് മാർക്കറ്റ് പ്രൊഫൈൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചാർട്ട്സിലല്ല നമ്മൾ പോവേണ്ടത്. ഞാൻ ഇതിനൊന്ന് ഹൈഡ് ചെയ്യണം കേട്ടോ. ഹൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ണിൻ്റെ പടമുള്ള അടുത്ത് ഫുട് പ്രിൻ്റിൻ്റെ അടുത്ത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് ആയിക്കോളും. നെക്സ്റ്റ് എന്താ പോകേണ്ടത്, മാർക്കറ്റ് പ്രൊഫൈലും വോളിയം പ്രൊഫൈലും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡിയിലാണ് പോവേണ്ടത്. എവിടെ പോകേണ്ടത്? സ്റ്റഡിയിൽ പോവുക, സ്റ്റഡിയിൽ ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടിക്ക് ഉണ്ടാവും, മാർക്കറ്റ് ക്യാഷ് ഫ്ലോയും ടിക്സ് ഇതിലുള്ളതുകൊണ്ട് ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ എന്നുള്ള ഇതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. സോ മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് മേളിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സെറ്റിങ്സിലേക്ക് പോവുക. ഓട്ടോമാറ്റിക് ഡെയിലി ആക്കുന്ന ഏറ്റവും നന്നായിരിക്കും. ഓട്ടോ TPO സൈസ് മാറ്റിയിട്ട് നമുക്ക് ഏതാണോ നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള ഏതാണോ TPO സൈസ് വരുന്നത് അതവിടെ കൊടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മെനുവിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. IB കൊടുക്കുക, IBയുടെ കൗണ്ട്സ് കാര്യങ്ങൾ ഉറപ്പായിട്ടും IB ആവശ്യമുള്ളതാണ്. IB നമ്മൾ കൊടുക്കുക. IBയുടെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, സെക്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു ഗോ ചാർട്ടിങ് വെബ്
വെബിൻ്റെ അകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സിമിലർലി എനിക്കിപ്പോൾ എന്നാ വേണം, ഒരു ഓളിൻ പ്രൊഫൈലാണ് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ചാർട്ടിലല്ല പോവേണ്ടത്, സ്റ്റഡിയിലാണ് പോകേണ്ടത്. സ്റ്റഡിയിൽ ഓർഡർ ഫ്ലോ, ഓളിൻ പ്രൊഫൈൽ. ഇവിടെ വരുന്ന ടൈമിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഡെയിലി സെക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു ഏരിയയിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സെറ്റിങ്സിൽ പോവുക. ഇവിടെ എല്ലാം ജസ്റ്റ് എഡിറ്റ് സെറ്റിങ്ങിൽ പോവുക. പോയ ശേഷം ഓളിൻ പ്രൊഫൈലിൻ്റെ മാത്രം കേട്ടോ, പോയ ശേഷം ഷോ സെക്ഷൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതാ സെക്ഷൻസ് വേണം, ഇപ്പോൾ ഓട്ടോ സെക്ഷൻസാണ് കൂടെ കൊടുത്തിരിക്കുന്നത്, ഞാനൊന്ന് ഡെയിലിയിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, ഡെയിലി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഓളിൻ പ്രൊഫൈലിൻ്റെ കാര്യത്തിന് മാത്രം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഓപ്പണായി വരുന്ന സമയത്ത് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സെറ്റിങ്സിൽ പോവുക, ഷോ സെക്ഷൻസ് കൊടുക്കുക ഉറപ്പായിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഓളിൻ പ്രൊഫൈലും കിട്ടും. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈലും നമുക്ക് കിട്ടും, ഓളിൻ പ്രൊഫൈലും കിട്ടും, ഫുട് പ്രിൻറ്റ് ചാർട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം ഫുട് പ്രിൻറ്റ് ചാർട്ട്സ് ഒക്കെ ഇരിക്കുന്നത് 30 മിനിറ്റ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 5 മിനിറ്റ്സിന് വേണമെങ്കിൽ മാറ്റാം, നോ ഇഷ്യൂ. ഓളിൻ പ്രൊഫൈലിന് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ബിക്കോസ് ഇവിടെ ഇതിൻ്റെ പീരീഡ്സോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒന്ന് മാർക്കറ്റ് പ്രൊഫൈലിനെ ഒന്ന് മാത്രം ഇട്ടാക്കട്ടെ. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ എഡിറ്റ് സെറ്റിങ്സിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അല്ല ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഓർഡർ ഫ്ലോയുടെ ആണ്. ജസ്റ്റ് ഓക്കെ, ഈ എഡിറ്റ് സെറ്റിങ്സിൽ മാത്രമേ പറ്റൂ. അല്ല ഇവിടെ ടൈം ചേഞ്ച് ചെയ്യുന്ന, പക്ഷേ ഇവിടെ ടൈമോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുപോലെ ഈ ടൈം ഇവിടെ ചേഞ്ച് ആകുന്നത് നമ്മുടെ ക്ലസ്റ്റർ ചാർട്ട് അല്ലെങ്കിൽ കാൻഡിൽസ്റ്റിക് ചാർട്ടിന് മാത്രമായിരിക്കും ചേഞ്ചസ് ഉണ്ടാക്കുക. ഓക്കെ, സോ ഇതിൻ്റെ സെറ്റിങ്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നൊന്ന് കോൾ ചെയ്താൽ മതിയോ. ഞാൻ പറഞ്ഞു തരുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, അൾട്രാ വ്യൂവറോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ വഴിയിട്ടോ ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് അത് മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിക്കുന്ന സമയത്ത്, എപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ആയാലും ഓളിൻ പ്രൊഫൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം 30 മിനിറ്റ്സിൽ കീപ്പ് ചെയ്യുക. ടൈം എന്നുള്ള 30 മിനിറ്റ്സ് കീപ്പ് ചെയ്യുക. ഫുട് പ്രിൻറ്റ് ചാർട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുട് പ്രിൻറ്റ് ചാർട്ടിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം 5 മിനിറ്റ്സിൽ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, നമ്മുടെ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ടൈം 5 മിനിറ്റ്സിലും 50 മിനിറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, എന്തൊക്കെയായാലും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലും ഓളിൻ പ്രൊഫൈൽ ഉപയോഗിക്കുമ്പോൾ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് തന്നെ വയ്ക്കുക. അപ്പോൾ കുറച്ച് നന്നായിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, ഫൈൻ. ഇനി മറ്റൊരു ഫെസിലിറ്റി നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേഡ്സ് എല്ലാം ഇതിനുള്ളിൽ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഇവിടെ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രേഡിന് വേണ്ടിയുള്ള ഫെസിലിറ്റി നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ഏതെല്ലാം നമ്മുടെ ബ്രോക്കേഴ്സിൻ്റെ ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ ഗോ ചാർട്ടിങ്ങിലും ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ബ്രോക്കറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് API ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഏഞ്ചലുണ്ട്, അപ്സ്റ്റോക്ക് ഉണ്ട്, ഏഞ്ചലുണ്ട്, അപ്സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെയുള്ള പ്രമുഖമായിട്ടുള്ള എല്ലാ ബ്രോക്കേഴ്സുമായിട്ടും ഗോ ചാർട്ടിന് ടൈപ്പ് ഉണ്ട്. സോ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. ഇനി ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്കുണ്ടാവും. ഇപ്പോൾ ഇവിടെ മെഷർമെൻറ്റ്സിനാണെങ്കിലും ലോങ് മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ഡ്രോ ചെയ്യാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ ലൈൻ മെഷർമെൻറ്റ്സ്, പാറ്റേൺസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ ഗോ ചാർട്ടിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈസിയാണ്. അതുപോലെ അഡ്വാൻസ് ആയിട്ടുള്ള ചാർട്ടിങ് ടെക്നിക്സ് നമുക്ക് എന്താ പറയുക, മറ്റ് എന്താ പറയുക ടിക് അല്ലെങ്കിൽ അഡ്വാൻസ് ചാർട്ട്സ് ഒക്കെ തരുന്ന പ്ലാറ്റ്ഫോമിനെക്കാട്ടിയും വളരെ എന്താ പറയുക വിലക്കുറവിൽ നമുക്ക് ഗോ ചാർട്ടിൽ കിട്ടും. ഇപ്പോഴത്തെ ഗോ ചാർട്ടിൽ നല്ല ആക്യുറസിയും കാര്യങ്ങളുള്ള ഡേറ്റാസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, കുറേ കൂടി ഡെവലപ്പായ ചാർട്ട്സൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഗോ ചാർട്ടിൽ നമുക്ക് ലഭ്യമാകുന്നത്. സോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിനുള്ളിൽ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലുള്ള തന്നെയാണ് എന്താ പറയുക, നമ്മുടെ നമുക്ക് ഇപ്പോൾ ഡബിൾ ആണെങ്കിൽ ഡബിള്,
ചാർട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും സിങ്ക്രണൈസ് ചെയ്ത് നമുക്ക് ചാർട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു സ്ക്രീനിൽ തന്നെ. അതും അത്യാവശ്യം പല ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ടൈപ്സിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്ഷൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓപ്ഷൻ്റെ പിയും സിയും അതേപോലെ തന്നെ ഇവിടെ സ്പോട്ട് ചാർട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് അനാലിസിസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമുക്ക് നോക്കാൻ പറ്റും. മറ്റൊരു പ്രധാന ഒരു കേസ് പ്രത്യേകത വെച്ചാൽ ഇതിപ്പോൾ ചാർട്ടിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. മറ്റു കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബുക്സ് വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ ഓർഡേഴ്സ്, ട്രേഡ്സ്, ഇത് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോം നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഡോം ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഡോം ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഓപ്ഷൻ ചെയിന് ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ, അത് മുന്നായിട്ട് ന്യൂസും കാര്യങ്ങളും സ്പോട്ടിൽ വരുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ വാച്ച് ലിസ്റ്റ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ഇവിടെ. ഇപ്പം എനിക്ക് കുറച്ച് വാച്ച് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഒരാഴ്ച ഞാൻ വ്യൂ ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സ്, APS, ബാങ്ക് നിഫ്റ്റി, കോഫോർജ്, HDFC, റിലയൻസ് ഞാൻ ഈ ആഴ്ചത്തേക്കുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാൻ വേറൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ, ഇപ്പോൾ ടാറ്റ സ്റ്റീൽ വന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ആയിക്കോളും. ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഓപ്ഷൻ ചെയിൻ എടുക്കാം. ഇവിടെ ഓപ്ഷൻ ചെയിൻ ഈ ഒരു സിമ്പിൾ കാണും, ഇവിടെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഓപ്ഷൻ ചെയിൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചാർട്ടിലേക്ക് ആ ഓപ്ഷൻ്റെ ചാർട്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ വാച്ച് ലിസ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇനി ഓരോരോ ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക കലണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പറഞ്ഞ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ലെയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാർട്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ക്ലസ്റ്റർ ചാർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഓളിംഗ് പ്രൊഫൈൽ ചാർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ലൈൻസ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ചാർട്ടിൽ തന്നെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ചാർട്ടിങ് ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഗോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻലി ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൈസ് കുറവാണ്. സബ്സ്ക്രിപ്ഷനൊക്കെ 1700 സംതിങ് റുപ്യൊക്കെ ആവുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും കിട്ടും നമുക്ക്, അതേപോലെ എന്താ പറയുക ക്രിപ്റ്റോ കിട്ടും, അതേപോലെ ഫോറക്സ് ഒക്കെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ അഡ്വാൻസ്ഡ് ചാർട്ടിങ് ടെക്നിക്സ് ആയ ഓളിംഗ് പ്രൊഫൈൽ കിട്ടും, മാർക്കറ്റ് പ്രൊഫൈൽ കിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്റർ അതായത് ഓർഡർ ഫ്ലോ ചാർട്ട്സും നമുക്ക് കിട്ടും. ഓർഡർ ഫ്ലോ ചാർട്ട്സിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതിയാവും. ഇപ്പോൾ തന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, അവർക്ക് ഞാനത് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടെക്നിക് സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഗോ ചാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, ഗോ ചാർട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വ്യക്തികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. ഞങ്ങളുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മന്ത് 20% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഗോ ചാർട്ടിന് ബേസ് ചെയ്തായിക്കോട്ടെ, മാർക്കറ്റ് പ്രൊഫൈൽ ആയിക്കോട്ടെ, ഓളിംഗ് പ്രൊഫൈൽ ആയിക്കോട്ടെ, ഇനി ഓർഡർ ഫ്ലോയുടെ തന്നെ 3 ടൈപ്പ് ഓഫ് ഓർഡർ ഫ്ലോസ് ഉണ്ട്. അതിന് ഏത് രീതിയിലുള്ള സപ്പോർട്ട്സിനായാലും ജസ്റ്റ് കോൾ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനോട് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും, അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ നൽകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഓൾ. ബൈ.